ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം നോക്കാം. മുക്തിം ജ്ഞാനം വിരക്തിം ച സഹ കൃത്വാ ഗതാ ഭുവീം കൃതാദിദ്വാപരസ്യാന്തം മഹാനന്ദേന സംസ്ഥിതാം. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. മുക്തിം എന്ന് പറഞ്ഞാൽ മുക്തി. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്. എന്തിനെക്കുറിച്ചുള്ള അറിവ്? ആ പരമമായ സത്യത്തെക്കുറിച്ചുള്ള അറിവ്. സത്യം എന്ന് പറയുമ്പോൾ കാലാനുസൃതമായി മാറ്റം വരാത്തതെന്തോ അത് സത്യം. നമ്മളൊക്കെ കാലത്തിനനുസരിച്ച് മാറ്റം വരുന്നവയാണ് സർവചരാചരങ്ങളും. എന്തിനേറെ നമുക്ക് ഇപ്പം ബ്രഹ്മാവിൻ്റെ പദവിക്ക് മാറ്റം വരാറുണ്ട്, ആ സ്ഥാനത്ത് വരുന്നവരിൽ മാറ്റം വരുന്നുണ്ട് എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. അതേപോലെ ദേവേന്ദ്രൻ, ഇതൊക്കെ സ്ഥാനങ്ങളാണ്. അപ്പോൾ അതിലേക്ക് വരുന്ന വ്യക്തികൾക്ക് പോലും മാറ്റം വരുന്നുണ്ട്. അഥവാ ആ ഭൂമിയിലെ സൃഷ്ടി അല്ലെങ്കിൽ ഈ സർവചരാചരങ്ങളും എല്ലാത്തിനും കാലത്തിനനുസൃതമായി മാറ്റം വരുന്നതാണ്. മാറ്റം വരാത്തതായിട്ടുള്ളത്, എല്ലാ കാലങ്ങളിലും നിലനിൽക്കുന്നത് യാതൊന്നാണോ? കാലത്തിനതീതമായി നിലനിൽക്കുന്നത് യാതൊന്നാണോ? ഗണിക്കപ്പെടുന്ന കാലത്തിനു മുൻപുള്ളതും ഗണിക്കപ്പെടാവുന്നതിനപ്പുറമുള്ളതുമായിട്ടുള്ള ഈ രണ്ടിടങ്ങളിലും നിലനിൽക്കുന്നത് യാതൊന്നാണോ അതുമാത്രമാണ് സത്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ പരബ്രഹ്മ ചൈതന്യത്തെ കുറിച്ചുള്ള അറിവിനെയാണ് ജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ വിരക്തിം എന്ന് പറഞ്ഞാൽ വിരക്തി. ഈ അറിവ് നേടിക്കഴിഞ്ഞാലോ നമുക്ക് ഒന്നിനോടും ഒരു ഒട്ടലുണ്ടാവില്ല. എൻ്റേത് എന്നുള്ള ഈ ഒരു മമതാഭാവമാണ് പലപ്പോഴും നമ്മളെയൊക്കെ ഈ നമ്മുടേതെന്ന് കരുതുന്നതിനോടുള്ള ആ ഒരു മമതാബന്ധത്തിൽ നിന്നും ഉണ്ടാകുന്ന ഇഷ്ടാനിഷ്ടങ്ങൾ, അതാണ് പലപ്പോഴും നമ്മുടെ കർമ്മങ്ങളുടെ ഗതി നിർണ്ണയിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ഇഷ്ടം തോന്നിയാൽ നമ്മൾ അതിനനുസരിച്ച് അല്ലേ ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ അനിഷ്ടമുള്ളത് അത് ധർമ്മമായിരുന്നാൽ പോലും പലപ്പോഴും അത് ആചരിക്കാതെ പോകുന്നു. ഇങ്ങനെ തുടങ്ങി പല രീതിയിൽ നമ്മുടെ കർമ്മങ്ങളെ മാറ്റിമറിക്കുന്നത് ഈ ഒരു മമതാബോധമാണ്. ഈ ഒരു മമതാബന്ധം ഇല്ലാതെ ഇരിക്കണമെങ്കിൽ പരമമായ സത്യത്തെക്കുറിച്ചുള്ള അറിവ് നേടണം. ഈ അറിവ് നേടിക്കഴിഞ്ഞാൽ ചുറ്റിനുമുള്ളതെല്ലാം തന്നെയും ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ്, ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാകും. ഏകമായ ആ ഒരേ ഒരു സത്യം ആണ്, അല്ലെങ്കിൽ ആ ഒരേ ഒരു സത്യത്തിൽ നിലകൊള്ളുന്ന സത്യത്തിൻ്റെ പ്രത്യക്ഷ ഭാവമാണ് ഈ പ്രപഞ്ചം ഒന്നാകെ എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്കൊന്നിനോടും ഒട്ടൽ തോന്നുകയില്ല. ഞാനും എൻ്റെ ചുറ്റിനുമുള്ളതൊക്കെയും ഒന്ന് തന്നെയാണ്. ഈ ബാഹ്യമായ രൂപത്തിലും ഭാവത്തിലും മാത്രമേ മാറ്റമുള്ളൂ എന്നറിയുമ്പോൾ നമുക്കുള്ള ഈ ഒട്ടൽ അങ്ങോട്ട് മാറും. നമുക്ക് ചിലപ്പോൾ ചിലരോടൊരു ഇഷ്ടം, ചിലരോടൊരു അനിഷ്ടം, അല്ലേ, പ്രീതിയും അപ്രീതിയും ഒക്കെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ കർമ്മങ്ങളൊക്കെ അതിനനുസരിച്ച് ചിലപ്പോൾ മാറി മറിയാറുമുണ്ട്. അവിടെയൊക്കെ പലപ്പോഴും ധർമ്മബോധം പണയപ്പെടുത്താറുമുണ്ട് നമ്മളൊക്കെ. ഇത് വരുന്നത് ഈ ഒരു മമതാബന്ധത്തിൽ നിന്നാണ്. അത് മാറണമെങ്കിൽ ആ ഒരു വിരക്തി, എല്ലാത്തിനോടും ഒരു വിരക്തി, അഥവാ എല്ലാം വിരക്തി വരണമെങ്കിൽ, അഥവാ സംഘമായാലും ഒരു വിരക്തിയുടെ അവസ്ഥയാണെങ്കിലും ഒരു തരത്തിൽ നോക്കിയാൽ നമ്മളിൽ നിന്നും ഭിന്നമായ ഒന്നിനെ കാണുന്നിടത്ത് മാത്രമേ സംഘവും ഈ വിരക്തി അവസ്ഥയും ഉണ്ടാവുകയുള്ളൂ. സംഘം ഉണ്ടാവുകയുള്ളൂ, അതിൽ നിന്ന് വിരക്തിയും ഉണ്ടാവുകയുള്ളൂ. കാരണം നമ്മളിൽ നിന്ന് ഭിന്നമല്ല എന്നുള്ള, രണ്ടില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നാൽ അത് വിരക്തിയാവും. രണ്ടുണ്ട് എന്നൊരവസ്ഥയിലേക്ക് വരുന്നിടത്ത് സംഘമാവും. അപ്പോൾ ഇത് രണ്ടും ഈ ഒരു ദ്വൈതഭാവത്തിൽ അധിഷ്ഠിതമായിട്ടാണ്, അദ്വൈത ഭാവങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് സംഘവും വിരക്തിയും ഉണ്ടാകുന്നത്. അഥവാ ഈ രണ്ടെന്ന ഈ ബാഹ്യമായ രൂപഭാവങ്ങളിൽ കാണുമ്പോഴും എൻ്റെ ചുറ്റിനുമുള്ളതൊക്കെ ഞാൻ തന്നെയാണ്, അത് എന്നിൽ നിന്നും ഭിന്നമല്ല എന്നറിഞ്ഞാൽ എൻ്റെ ചുറ്റിനുമുള്ളതിനോട് എനിക്ക് പ്രത്യേകിച്ചൊരു മമതയോ പ്രത്യേകിച്ചൊരു വിദ്വേഷഭാവമോ തോന്നുകയില്ല.
ഇപ്പോൾ ഞാനെന്നും എൻ്റേതെന്നും എനിക്കെന്നും തോന്നുന്നത് എന്നിൽ നിന്നും ഭിന്നമായി മറ്റൊന്നുണ്ട് എന്ന ചിന്ത വരുന്നിടത്താണ്, അല്ലേ? നമ്മൾ കേട്ടിട്ടുള്ള പ്രസിദ്ധമായ വരികൾ പോലെ അഹമഹമെന്നാരായുകിൽ അകമേ പലതല്ലതേകമാകും. ഈ ഒരു തിരച്ചിൽ, ഞാൻ ആരാണ് എന്നുള്ള ആ ഒരു അന്വേഷണം നമ്മളെ കൊണ്ട് എത്തിക്കുക അവസാനം അത് അകമേ പലതല്ലതേകമാകും. അത് ഒന്ന് മാത്രമാണ് ഈ കാണുന്നതൊക്കെ എന്ന് തിരിച്ചറിയും നമ്മളിപ്പോൾ ഒരു കടയിൽ കയറി, ഒരു തുണിക്കടയിൽ കയറി എന്നിരിക്കട്ടെ, നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക വസ്ത്രം എടുത്തു. ഇപ്പോൾ ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു സാരി എടുക്കുമ്പോൾ അത് പല ഒരേ ബ്രാൻഡിൻ്റെ ഒരേ വിലയുടെ പല നിറത്തിലും പല വർണ്ണഭേദങ്ങളിൽ നമുക്ക് അതേ വസ്ത്രം ലഭ്യമാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം മൂല്യം ഒന്ന് തന്നെയാണ്, ഇതിൻ്റെ എല്ലാം ബ്രാൻഡ് ഒന്ന് തന്നെയാണ്, അല്ലേ? എന്ന് പറയുന്നത് പോലെ ഈ ലോകത്തിൽ എല്ലാത്തിൻ്റെയും സർവ്വചരാചരങ്ങളുടെയും മൂല്യം ഒന്ന് തന്നെയാണ്. പക്ഷേ അത് പല വർണ്ണഭാവങ്ങളിൽ വ്യത്യസ്തമായിരിക്കുന്നത് കൊണ്ട് നമുക്ക് അവയിലൊക്കെ ഒരു ഭിന്ന ഭാവം കാണുന്നു അല്ലെങ്കിൽ തോന്നിപ്പിക്കുന്നു എന്ന് മാത്രം. ഇതുപോലെ ഈ ലോകത്തിലുള്ള സർവ്വചരാചരങ്ങളും ഞാൻ തന്നെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രതിബിംബം തന്നെയാണ് എൻ്റെ ചുറ്റിനുമുള്ളതെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്കിതിനോടൊന്നും പ്രത്യേകിച്ചൊരു മമതയൊന്നും തോന്നില്ല. കാരണം എല്ലാം ഞാൻ തന്നെയാണ്, എന്നിൽ നിന്നും ഭിന്നമായിട്ടൊന്നില്ല, അല്ലേ? അപ്പോൾ ആ ഞാൻ ആരാണ് എന്നറിയുന്നിടത്താണ് ജ്ഞാനമുണ്ടാകുന്നത്. അപ്പോൾ ഈ ജ്ഞാനവും വിരക്തിയും രണ്ടും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ആ ജ്ഞാനം, ശരിയായ ജ്ഞാനം ഉള്ളിൽ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ വിരക്തി അതിൻ്റെ കൂടപ്പിറപ്പാണ്, അത് താനേ വന്നു ചേരും. കാരണം എന്നിൽ നിന്നും ഭിന്നമായിട്ടൊന്നും ഇല്ല എന്നറിഞ്ഞെങ്കിലേ എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്ന ഈ പ്രിയ അപ്രിയ ബോധങ്ങൾ ഇല്ലാതെയാവുകയുള്ളൂ. അവിടെ മാത്രമേ ആ പരമമായ സത്യത്തിൻ്റെ ശോഭ നമുക്ക് അനുഭവവേദ്യമാവുകയുള്ളൂ. ആ ഒരു അവസ്ഥയാണ് സത്യത്തിൽ മുക്തി എന്ന് പറയുന്നത്. അതായത് ഒന്നിനോടും ബന്ധമില്ലാത്ത ഒരു മുക്താവസ്ഥ. ഈ ബന്ധങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ഈ ബന്ധങ്ങളാകുന്ന ബന്ധനങ്ങളിലേക്ക് നമ്മൾ ചെന്നുപെടുന്നത് ഈ ഒരു സംഘം കൊണ്ടാണ്, മമതാബോധം കൊണ്ടാണ്. ചിലതിനോടൊരു ഒട്ടൽ, ചിലതിനോടൊരു അപ്രിയം, ഇതൊക്കെ വരുന്നത് അതിൽ നിന്നാണ്. അപ്പോൾ ഇത് മൂന്നും, ഈ മുക്തി, ജ്ഞാനം, വിരക്തി, പിന്നെന്താ പറഞ്ഞ സഹ എന്ന് പറഞ്ഞാൽ വിരക്തിം ച, അതും വിരക്തിയും, സഹ കൂടെ, കൃത്വ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ കൂട്ടി, തൻ്റെ കൂടെ അങ്ങോട്ട് കൂട്ടി. എന്നിട്ടോ ഗത പോയി, എവിടേക്ക്? ഭൂമിയിലേക്ക്. അപ്പോൾ ഈ ഭക്തിദേവി ഭൂമിയിലേക്ക് വരുന്നത് ജ്ഞാനത്തെയും വിരക്തിയെയും മുക്തിയെയും അങ്ങോട്ട് കൂടെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അതേസമയം വൈകുണ്ഠത്തിൽ പറഞ്ഞു തൻ്റെ ഭക്തിയുടെ ആ ഭാവം എന്താണോ അതങ്ങനെ യാതൊരു കലർപ്പുമില്ലാതെ അങ്ങനെ ശോഭിക്കുകയാണ് എന്ന് പറഞ്ഞു. കാരണം ഇത് മൂന്നും നേടിക്കഴിഞ്ഞാൽ ഇതിനു മുകളിലുള്ള ലോകത്തിൽ, ഇത് മൂന്നിനും മുകളിലുള്ള ആ വൈകുണ്ഠ ലോകത്തിൽ ഇത് മൂന്നും നേടിക്കഴിഞ്ഞാലേ എത്തിച്ചേരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് ജ്ഞാനവൈരാഗ്യ മുക്തികളുടെ ആവശ്യമേ ഇല്ല, അഥവാ പ്രസക്തിയില്ല. ഇത് വേണ്ടത് ഈ ഭൂമിയിൽ നിന്നും ജ്ഞാനവും വൈരാഗ്യവും ആർജിച്ച് മുക്താവസ്ഥയിൽ എത്തിച്ചേരുന്ന ഒരു ജീവന് മാത്രമേ ആ വൈകുണ്ഠലോകത്തിലേക്ക് പ്രവേശനമുള്ളൂ. അതുകൊണ്ട് ഭൂമിയിലേക്ക് വന്നപ്പോൾ ഭൂമിയിലെ മനുഷ്യരെ, ഭഗവാന്റെ സേവയിൽ തൽപരരായിട്ടുള്ള ഭഗവത് ഭക്തരെ പോഷിപ്പിക്കുന്നതിന് വേണ്ടി, പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി മുക്തിയെയും ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് ഭക്തിദേവി ഭൂമിയിലേക്ക് വന്നത്. പിന്നെയോ ആ ഭൂമിയിലേക്ക് വന്നിട്ട് കൃതാദി ദ്വാപരസ്യാന്തം, കൃതയുഗം തുടങ്ങി ദ്വാപരസ്യ അന്തം, ദ്വാപരയുഗത്തിൻ്റെ അവസാനം വരെ. അപ്പോൾ കൃതയുഗം,
ത്രേതായുഗം ദ്വാപരയുഗത്തിൻ്റെ അവസാനം വരെ എന്ന് പറഞ്ഞാൽ കലിയുഗത്തിന് തൊട്ടു മുൻപ് വരെയുള്ള മൂന്ന് യുഗങ്ങളിലും മഹാനന്ദേന സംസ്ഥിത, ആനന്ദേന ഏറ്റവും ആനന്ദത്തോടുകൂടി, അത്യധികം ആനന്ദത്തോടുകൂടി സംസ്ഥിത വസിച്ചു. അപ്പോൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും ഭഗവാൻ കൊടുത്തിരുന്ന, ഭഗവാൻ ഭക്തിദേവി അനുഗ്രഹിച്ചപ്പോൾ മുക്തിയെ ദാസിയായിട്ടും ജ്ഞാനവൈരാഗ്യങ്ങളെ പുത്രന്മാരായിട്ടും കൊടുത്തുവെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ മൂന്നിനെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് ഭൂമിയിലേക്ക് വന്നത്. ഭൂമിയിലെ ഭഗവാന്റെ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഉന്നതി ഉണ്ടാവുന്നതിനായിട്ട് ഭഗവാനിലേക്ക് എളുപ്പം എത്താനുള്ള മാർഗങ്ങളാണിത് മൂന്നും, ഈ മുക്തിയായാലും ജ്ഞാനവൈരാഗ്യങ്ങളായാലും. അപ്പോൾ ആ ഒരു ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ ആ ഭഗവത് ഭക്തരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഭക്തിദേവി ഇത് മൂന്നും കൂട്ടിക്കൊണ്ടു വന്നു. അങ്ങനെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിൻ്റെ അവസാനം വരേക്കും അത്യധികം ആനന്ദത്തോടു കൂടിയാണ് ഭക്തിദേവി ഇവിടെ വസിച്ചത്, ഈ ഭൂമിയിൽ വസിച്ചത് എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ഭക്തർക്കൊക്കെ, അല്ലെങ്കിൽ അത്ര കാലവും ഭക്തിക്ക് ഈ മൂന്ന് യുഗങ്ങളിലും ഭൂമിയിൽ എത്രമാത്രം പുഷ്ടിയുണ്ടായിരുന്നു, പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ ജ്ഞാനത്തെ, അറിവ് നേടിയവർ മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറായിട്ടായിരുന്നു മറ്റുള്ളവർ നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അറിവ് നേടിയവരിൽ നിന്നും മറ്റുള്ളവരിലേക്ക് അറിവും അതിനോടൊപ്പം ആ വൈരാഗ്യബോധവും അഥവാ ആ വിരക്തിബോധവും തദ്വാര മുക്താവസ്ഥയിലേക്ക് ഉയരുന്നതിനും അത് ഇടയാക്കി. അപ്പോൾ അന്നത്തെയൊക്കെ കാലത്ത് ഈ മൂന്ന് യുഗങ്ങളിലും നമുക്കറിയാം, വലിയൊരു മണിമാളിക വെച്ചാൽ എല്ലാവർക്കും അതിനുള്ളിലേക്ക് പോകണമെന്ന് താല്പര്യമുള്ളവർക്ക് അതിനൊരു വഴിയുണ്ടാവണം, അല്ലേ? ഇതേപോലെ ഭഗവാൻ എന്ന ആ സത്യത്തിലേക്ക് എത്താൻ കൊതിക്കുന്ന ഒരുപാട് ഭക്തരുണ്ട് ഇന്ന് ഈ ഭൂമിയിൽ. അപ്പോൾ അവർക്കൊക്കെയുള്ളൊരു മാർഗം കാണിച്ചു തരികയാണ് ഇവിടെ ഭക്തിദേവി ചെയ്യുന്നത്. അതാണ് ജ്ഞാനവൈരാഗ്യങ്ങളിലൂടെ മുക്തിയെ നേടുക. നമുക്ക് ഭക്തിയിലൂടെ മാത്രമേ മുക്തിയെ നേടാനാവൂ. കാരണം മുക്തി എന്ന് പറയുന്നത് ഭക്തിയുടെ ദാസിയാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ മുക്തി നേടണമെങ്കിൽ ഭക്തിയിലൂടെ മാത്രമേ അവിടേക്ക് എത്താൻ കഴിയൂ. ആ ഭക്തി സന്തോഷിക്കണമെങ്കിലോ അല്ലെങ്കിൽ ആ ഭക്തി പുഷ്ടിപ്പെടണമെങ്കിലോ നമ്മൾ മുമ്പേ കണ്ടു, പുത്രന്മാരായിട്ടുള്ള ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണർന്ന് വർദ്ധിച്ചാലേ ഭക്തിദേവി സന്തുഷ്ടയാവുകയുള്ളൂ. അപ്പോൾ ജ്ഞാനവും വൈരാഗ്യവും നേടിയിട്ട് ഭക്തിദേവി സന്തോഷിച്ചാൽ അതിലേക്ക് ഭക്തിയുടെ ആ പൂർണ്ണമായ തലത്തിലേക്ക് അല്ലെങ്കിൽ ശരിയായ തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായാൽ മുക്തിദേവി താനേ നമ്മളെ അനുഗ്രഹിച്ചോളൂ, അല്ലെങ്കിൽ താനേ മുക്തി വന്നു ചേരും. അതാകട്ടെ അത് നേരെ ഭഗവാനിലേക്കുള്ള കവാടം നമുക്ക് തുറന്നു തരികയും ചെയ്യും. അതുകൊണ്ട് ഭക്തിദേവിക്ക് ഇപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ കലിയുഗത്തിൽ അതിന് വേണ്ടത്ര ഒരു പുഷ്ടി ഭക്തിക്ക് ഉണ്ടാവുന്നില്ല എന്ന് പരോക്ഷമായി ഈ ഒരു ശ്ലോകത്തിൽ കൂടി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. കാരണം അതിനെയും പിറകെ വരുന്ന നമുക്ക് കാണാം എങ്ങനെയാണ്, എന്താണ് അതിന് ഉപോത്ബലകമായി ഈ ഒരു പിന്നാലെ വരാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഉപോത്ബലകമായി ഇവിടെ ഒരു പരോക്ഷ ഭാവേന വ്യാസഭഗവാൻ പറഞ്ഞു വച്ചിരിക്കുകയാണ്. മറ്റു മൂന്ന് യുഗങ്ങളിലും ഭക്തിദേവി അത്യധികം ആനന്ദത്തോടു കൂടിയാണ് ഇവിടെ വസിച്ചത് എന്ന് പറഞ്ഞാൽ കലിയുഗത്തിൻ്റെ തുടക്കത്തിലാണ് ഇപ്പോൾ ഭക്തിദേവി ഇതാ ഇവിടെ ദുഃഖിതയായി ഇരിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ കലിയുഗത്തിൻ്റെ തുടക്കം തന്നെ ഭക്തിദേവിക്ക് സങ്കടങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. മുക്തിം ജ്ഞാനം വിരക്തിം ച സഹ കൃത്വാ ഗതാ ഭുവി കൃതാതിദ്വാപരസ്യാന്തം മഹാനന്ദേന സംസ്ഥിത. ഇനി നമുക്ക് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ,
നമ്മൾ രണ്ടാമത്തെ പദത്തിൽ വരുമ്പം കൃതാതിദ്വാപരസ്യാന്തം അത് ചേർത്ത് തന്നെ എടുക്കുക. അത് കൃത ആദി ദ്വാപരസ്യ അന്തം, ഇങ്ങനെ 4 വാക്കുകൾ ചെറിയ ചെറിയ വാക്കുകളായി ഒന്ന് മനസ്സിലെത്തിക്കൊണ്ട് വായിച്ചാൽ അത് എളുപ്പം വായിക്കാൻ പറ്റും. പിന്നെ മഹാനന്ദേന, മഹാനന്ദേന അത് ശ്രദ്ധിക്കുക, മഹാനന്ദേനയല്ല മഹാനന്ദേന, അതും കൂടി ഒന്ന് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ആ ഒരു ശ്ലോകത്തിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും. ഹരേ കൃഷ്ണ.